നമസ്കാരം സാർ. നമസ്കാരം. ഇങ്ങനൊരു അഭിമുഖം എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ത്രില്ലിലും എന്നാൽ സംഘർഷത്തിലുമാണ് ഞാൻ. അഭിനേതാവായാണ് ഞാൻ സാധാരണ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഇപ്പോൾ അങ്ങേ അഭിമുഖം ചെയ്യുക എന്ന ദൗത്യവുമായി ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ എനിക്കും അതേറെ പുതുമയുള്ള ഒരു അനുഭവമായി മാറുകയാണ്. അങ്ങേപ്പോലെ ഒരു മഹാനേതാവിനെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നാലോചിക്കുന്നതിനിടയിലാണ് ഞാൻ അങ്ങേ ആദ്യം കണ്ടത് എന്നോർത്ത് നോക്കിയത്. കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനെയും പോലെ വർഷങ്ങൾക്കിടെ നിരവധി തവണ ഞാൻ അങ്ങേ നേരിട്ടും അല്ലാതെയും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യം കണ്ടത് എന്നാണെന്ന് സ്വാഭാവികമായി എനിക്ക് ഓർത്തെടുക്കാനായില്ല. എന്തായാലും ഒരു 30 വർഷത്തെ ബന്ധമെങ്കിലും ഉണ്ടാകും. പക്ഷെ അവസാനം കാണുന്നത് ഇപ്പോഴാണ്, അതെനിക്കറിയാം. സാർ, നമുക്ക് വളരെ ലഘുവായ രീതിയിൽ നമുക്ക് ഈ അഭിമുഖം അല്ലെങ്കിൽ ഈ അഭിമുഖ സംഭാഷണം തുടങ്ങാം. ഞാനൊരു പാട്ടിൻ്റെ 4 വരി പാടാം. അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇത് ഞാൻ അങ്ങേക്ക് നൽകുന്ന ഒരു ആദരമാണ്. പാടട്ടെ? കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാം എൻ കേരളം. എൻ്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. അല്ല, ഇതിൻ്റെ പുറകിൽ ഒരു നല്ല ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങും എനിക്ക് 4 വരി പാടിത്തരണം. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട. പിന്നെ നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ ഇടയ്ക്കോ അത് അവസാനിക്കുമ്പോഴോ എന്തെങ്കിലും. സാർ, ഞാൻ സിനിമയിൽ വന്നിട്ട് 48 വർഷമായി. അതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സാർ, ആദ്യമായി കണ്ട സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അത് വളരെ ചെറുപ്പത്തിലുള്ളതായതുകൊണ്ട് അത്ര ഓർമ്മയില്ല. ഇല്ല. അത് നാട്ടിൽ വെച്ചായിരിക്കും കണ്ടത്. അതെ, അന്ന് ചെറിയ ടാക്കീസുകൾ നാട്ടിലുണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമായിട്ട് കണ്ടതാണ്. ഉത്തര കേരളത്തിലെ ഒരു നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന ആളാണ് സാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? അങ്ങേക്ക് സഹോദരന്മാരുണ്ടായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും. എനിക്ക് 2 സഹോദരന്മാരാണ് ഉണ്ടായത്. പക്ഷേ എൻ്റെ അമ്മ പ്രസവിച്ചത് 14ാമത്തെ കുട്ടിയാണ് ഞാൻ. ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു പോയിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ. പിന്നെ 2 സഹോദരങ്ങൾ, മൂത്തവർ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരാണ് ഞങ്ങളുണ്ടായത്. അമ്മയും അച്ഛനും ഒക്കെ ഈശ്വര വിശ്വാസികളായിരുന്നു. നാമമൊക്കെ ചൊല്ലാറ് പതിവുണ്ടായിരുന്നു. ഈശ്വര വിശ്വാസികളും വലിയ തോതിലുള്ള ഈ അന്നത്തെ കാലത്ത് ഭൂതപ്രേത കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള കാലമാണ്. അതെ അതെ. അപ്പോൾ അതിനൊക്കെ വല്ലാതെ വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതിൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഈ വിശ്വാസങ്ങൾ കൊണ്ടു നടന്നിരുന്നത്. അച്ഛനും വിശ്വാസി തന്നെയാണ്, പക്ഷേ അത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് ഏറ്റവും സന്തോഷകരവും സങ്കടകരവുമായ ചില സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അങ്ങേക്കും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അവയൊക്കെ അങ്ങയുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്? അതിൽ വലിയ തണലായിട്ട് അമ്മ തന്നെയാണ് ഉണ്ടായത് എല്ലാ കാര്യത്തിലും. സാധാരണ നിലക്ക് നല്ല കരുതലോടെ എന്നെ വളർത്തുന്നതിൽ അമ്മ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തിന് അന്നത്തെ കാലം എല്ലാവരും പഠിക്കുന്ന കാലമല്ലായിരുന്നു. പിന്നെ പഠനം തുടരണമെന്നും ആഗ്രഹിക്കുന്ന കാലമല്ല. ഒരു 5ാം തരം ആവുമ്പോൾ പഠനം അവസാനിപ്പിക്കുക. അന്ന് നാട്ടിൽ ധാരാളം ഉള്ളത് ബീഡി കെട്ടാണ്. ബീഡി തൊഴിലിന് പോവുക, ബീഡി കെട്ടാൻ പോകും. കുട്ടികൾ പോയിട്ട് ബീഡി ഇങ്ങനെ കെട്ടിക്കൊടുക്കും, നൂല് കെട്ടി. അതിന് പിന്നെ ഈ ചെന്ന ആൾക്കാർ പറഞ്ഞു കുട്ടി പഠിക്കട്ടെ. അപ്പോൾ അതറിഞ്ഞിട്ട് സ്കൂളിലെ പ്രധാന അധ്യാപകനും മാനേജറുമായിട്ടുള്ള അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അവനെ ഇപ്പം അതിനൊന്നും വിടരുത്, നിങ്ങൾ പഠിപ്പിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് LP സ്കൂൾ കഴിഞ്ഞിട്ട് UP സ്കൂളിൽ ചേരുന്നത്.
UP സ്കൂളിൽ ചേർന്നപ്പോൾ ഒരു പ്രധാന കാര്യമുണ്ടായി. അവിടെ ഒരു മലയാളം അധ്യാപകൻ, മലയാളം വിദ്വാൻ, മുൻഷി എന്നാണ് നമ്മൾ സാധാരണ പറയുക, മുൻഷി മാഷ്. അദ്ദേഹം എന്നോടൊരു ദിവസം ചോദിച്ചു, നിൻ്റെ നക്ഷത്രത്താ? അപ്പോൾ അന്ന് എനിക്കറിയാവുന്ന നക്ഷത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതായിരിക്കില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്, നിൻ്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അമ്മ ചെന്നു. അപ്പോൾ അത് തന്നെ ഒരു നാട്ടിൽ വാർത്തയായി, മുൻഷി മാഷ് അമ്മയെ വിളിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത. അങ്ങനെ ചെന്നപ്പോൾ എപ്പോഴായിരുന്നു പ്രസവിച്ചത്, ഏതാ സമയം എന്നൊക്കെ ചോദിച്ചു. ആ കാലത്ത് വലിയ കൃത്യതയില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് എന്നത് മാത്രമേ അമ്മയ്ക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നക്ഷത്രം ഉച്ചയോടുകൂടി അവസാനിച്ചിരിക്കുന്നു, പിന്നെ പുതിയ നക്ഷത്രമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഇവൻ്റെ നക്ഷത്രം, ഞാൻ ജാതകം എഴുതിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുതുന്ന ജാതകം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു ഒരു ദീർഘകാലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടം വരെ പഠിപ്പിക്കണം, തോറ്റാൽ നിർത്തിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പഠനം തുറന്നു പോകുന്നതിന് ഇടയാകുന്നത്. ESLC ഉണ്ടായിരുന്നു, 8ാം തരത്തിൽ ESLC എന്ന് പറയുന്നൊരു പബ്ലിക് എക്സാമിനേഷൻ. അതിൽ ഞങ്ങൾ 3 കുട്ടികളായിരുന്നു അവിടുന്ന് പാസ്സായത്. പഠനത്തിന് പിന്നെ മറ്റ് പിന്തുണയൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ വായിക്കുന്നെങ്കിൽ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. വീട്ടിൽ സഹായമില്ല, അയൽവക്കങ്ങളിലും സഹായം കിട്ടാനില്ല. കാരണം ആരും അങ്ങനെ പഠനമായിട്ട് ബന്ധപ്പെട്ടവർ ഇന്നത്തെ സമൂഹത്തിനെ പോലെയല്ലാരും. അപ്പം അതിലൊക്കെ പക്ഷേ വലിയ സ്നേഹസമ്പന്നരാണ് എല്ലാവരും, എല്ലാ കാര്യങ്ങളിലും നല്ല സ്നേഹമാണ്. അതാണ് അതിൻ്റെ ഒരവസ്ഥ. സാറ് വളരെ അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നിരിക്കാം. അങ്ങ് പഠനത്തിൽ മാത്രമാണോ അതോ കളികളിലും കായിക മികവിലും ഒക്കെ ഉണ്ടായിരുന്നോ, അതോ വായന, കലാപ്രവർത്തനം, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ചെറുപ്പകാലത്ത് എല്ലാവരും കളിക്കുമല്ലോ, ഇന്നത്തെ പോലെ എല്ലാവരും എല്ലാ കളിയും വന്ന് പിന്നെ കുട്ടികൾ വലിയ കളിയല്ലേ സാധാരണ. ആ കളികളിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനം ഒന്ന് ഫുട്ബോളായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിലൊരു വലിയ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് നടന്നു. ആ ടൂർണമെൻറ്റ് കണ്ടപ്പോൾ നമുക്കൊരു ചെറിയ കുട്ടികളാണല്ലോ, ഒരു ആവേശം. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, നാണു, രാജൻ എന്ന് പറഞ്ഞ 2 പേര്. ഞങ്ങളെല്ലാം കൂടി ഒരു കളി തുടങ്ങി. അപ്പോൾ അതിന് ബാറ്റില്ല. അപ്പോൾ ഓലയുടെ അടിഭാഗമില്ല, അതിൻ്റെ മടൽ ഇങ്ങനെ കുറച്ച് വീതി ഉണ്ടാവും, അത് വെച്ചിട്ടായി കെട്ടിയ ബോളിൽ കളി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ബാറ്റിൽ കളിയായി. അങ്ങനെ ബാഡ്മിൻ്റൺ പിന്നെ ഞങ്ങൾ കളിക്കുകയായിരുന്നു, നല്ലതുപോലെ കളിക്കുമായിരുന്നു. അവരൊക്കെ സ്റ്റേറ്റിൽ നല്ലതുപോലെ കളിച്ചവരാണ്. ഈ നാണു എന്ന് പറയുന്ന ആൾ സ്റ്റേറ്റിന് റെഫറി ആയിട്ടൊക്കെ പിന്നീട് കുറേ കാലം പോയതാണ്. അങ്ങനെ ബാഡ്മിൻ്റണും കൂടി കളിക്കുകയായിരുന്നു. രാഷ്ട്രീയത്തിന് പുറത്ത് അങ്ങേക്ക് വലിയൊരു സൗഹൃദ വലയമുണ്ടല്ലോ. അടുത്തിരുന്ന തമാശ പറയാൻ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തുക്കളുണ്ടോ? അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ അങ്ങേക്ക് സാധിക്കാറുണ്ടോ? ഇപ്പം അതിന് കുറേ വിഷമമുണ്ട്. എന്നാലും എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അവർ എപ്പോഴും കാണും, പിന്നെ മിക്കവാറും ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അവർ ചിലരെല്ലാം അങ്ങ് പോയി, എന്നാലും ഉള്ളവർ ഇപ്പോഴും ഉണ്ട് നല്ല നിലക്ക്. സാർ, ഒരു നടൻ അല്ലെങ്കിൽ ഞാൻ താരസംഘടനയുടെ ഭാരവാഹിയായിരുന്നു. അങ്ങനെ നിലകളിൽ അങ്ങേ പലതവണ ഞാൻ അടുത്ത് ഇടപഴകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഏതാണ്ട് സാറിന് 30 വർഷം മുമ്പായിരിക്കാം കാണുന്നത്. അന്നും ഇന്നും അങ്ങയുടെ പെരുമാറ്റത്തിലോ രൂപഭാവാദികളിലോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് എങ്ങനെയാണ് സാധിച്ചെടുക്കുന്നത്? കാര്യം ഒരുപക്ഷെ അങ്ങ് പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴും അല്ലെങ്കിൽ മന്ത്രിയായതും പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴെല്ലാം അങ്ങയുടെ ഇടപെടൽ ഒരുപോലെ തന്നെയാണ്. നല്ല ഒരു കരുതലുള്ളതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. സാധാരണ മനുഷ്യരുടെ കാലം ചെല്ലുമ്പോൾ അവരുടെ പദവികൾക്കും വളർച്ചയ്ക്കും ഒത്ത് പല മാറ്റങ്ങളും കാണാറുണ്ട്. പക്ഷെ അങ്ങയിൽ ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഒന്ന് നമ്മൾ കാണേണ്ടത്, നമ്മൾ ഏത് സ്ഥാനത്തിരിക്കുന്നതായാലും അതൊരു പ്രത്യേക നിയോഗത്തിൻ്റെ ഭാഗമാണെന്ന് കാണേണ്ടതേ ഉള്ളൂ. എപ്പോഴും അവിടെ നിന്ന് മാറേണ്ടതായിട്ട് വരാം. ആ ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവണം.
ആ മാറ്റത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അന്ന് ഇപ്പോൾ മാറണം എന്ന് പറഞ്ഞാൽ ആ മാറുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ വൈദ്യുതി മന്ത്രിയായിട്ടാണല്ലോ മന്ത്രിസഭ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ചെറിയ മക്കളാണെന്ന്. വൈദ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇവിടെ തന്നെയായിരുന്നു, ഇൻഡസ്ട്രി ആയിരുന്നു. നേരെ നിങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ താമസിച്ച വാടക വീട്ടിൽ. ആ വാടക വീട്ടിലേക്ക് മാറി. ഒരു പ്രയാസവും കുട്ടികൾക്ക് പോലും ഉണ്ടായില്ല. നല്ല എന്താണോ, അപ്പം നമ്മൾ എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാനും അതിൽ സന്തോഷിക്കാനും അതിൻ്റെ ഭാഗമായി മാറാനും കഴിയണം. എനിക്ക് അങ്ങനെ ഒരു നിലയാണ് എപ്പോഴും ഉള്ളത്. ഒരു വല്ലാതെ എന്തെങ്കിലും മോഹിക്കുന്ന കാര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും സംതൃപ്തനാണ് ഞാൻ.